നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 68 സങ്കീർത്തനം 15 വാക്യം മുതൽ, ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാനിച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നതെന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മലയാളം വേദപുസ്തകം വായിച്ചാൽ മുഴുവനങ്ങ് മനസ്സിലാവുകയില്ല. അത് ലിവിങ് ബൈബിൾ അല്ലെങ്കിൽ ന്യൂ ഇംഗ്ലീഷ് വേർഷൻ ഏതെങ്കിലും വായിച്ചാലാണ് കുറച്ചുകൂടി നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും. 68 സങ്കീർത്തനം 15 വാക്യം മുതലാണ്. 15 വാക്യം മുതൽ, ഓ മൈറ്റി മൗണ്ടൻസ് ഇൻ ബാശാൻ, ഓ സ്പ്ലെൻഡിഡ് മെനി പീക്ഡ് റേഞ്ചസ്. ഓ മൈറ്റി മൗണ്ടൻസ് ഇൻ ബാശാൻ, ഓ സ്പ്ലെൻഡിഡ് മെനി പീക്ഡ് റേഞ്ചസ്. വെൽ, may you look with envy at Mount Zion, the mount where God has chosen to live forever. Surrounded by unnumbered chariots, the Lord moves on from Mount Sinai and comes to the holy temple high upon Mount Zion. He ascends the heights, leading many captives in his train. He receives gifts for men, even those who once were rebels. God will live among us here. What a glorious Lord. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അർത്ഥം പറഞ്ഞ് നമുക്ക് ഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. ബാശാൻ പർവ്വതം, യഹോവയുടെ പർവ്വതങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ തുടരെയുള്ള ചിന്താവിഷയം.
ഇന്ന് ബാശാൻ പർവ്വതത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം തിരുവചനം വായിക്കുമ്പോൾ തിരുവചനത്തിൽ ഈ ബാശാൻ പർവ്വതത്തെക്കുറിച്ചുള്ള പ്രസ്താവന ഇവിടെ മാത്രമല്ല കാണുന്നത്. ആദ്യം അത് കാണുന്നത് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലാണ്. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ബാശാൻ പർവ്വതത്തെക്കുറിച്ചുള്ള പ്രസ്താവന നമുക്ക് കാണാം. 7-ാം വാക്യം: മനശ്ശെയുടെ പാതിഗോത്രത്തിന് മോശ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതിഗോത്രത്തിന് യോർദാൻ നിക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മനശ്ശെയുടെ പാതിഗോത്രത്തിന് മോശ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയ പ്രവാചകനാണ്. മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്ത പ്രവാചകനാണ്. മോശ മിസ്രയീം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ച അനുഗ്രഹീത പുരുഷനായ പ്രവാചകനാണ്. മോശ മിസ്രയീമിലെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടർത്തി ചെങ്കടൽ കടത്തി സീനായ് മരുഭൂമിയിൽ കൂടി ജനത്തെ നടത്തി ആ ജനത്തെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് എത്തിക്കുവാൻ ജനത്തെ നയിച്ച പ്രവാചകനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മോശ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷം പിന്നീട് ജനത്തെ നടത്തിയത് യോശുവയാണ്. നൂൻ്റെ മകനായ യോശുവയാണ് പിന്നീട് ജനത്തെ നടത്തിയത്. യോർദാനാറ് കടത്തി അവരെ കനാനിലെത്തിച്ചത്. എന്നാൽ യോർദാനാറ് കടത്തുന്നതിന് മുൻപ് ഈ ജനത്തിന് ആ മരുഭൂമിയുടെ അങ്ങേ അറ്റത്തെ ചെരുവിൽ യോർദാനാറ്റിനോടടുത്ത് കാദേശ് ബർന്നേയ്ക്കും അപ്പുറം ബാശാൻ പർവ്വതത്തിൻ്റെ അതിരിങ്കലുള്ള ദേശം യോശുവ മനശ്ശെ ഗോത്രത്തിലെ പാതിഗോത്രത്തിന് മനശ്ശെയുടെ പാതിഗോത്രത്തിന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അതാണ് യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മനശ്ശെയുടെ പാതിഗോത്രത്തിന് മോശ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതിഗോത്രത്തിന് യോർദാൻ നിക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കനാന് അപ്പുറത്തേക്ക് മോശ പോയില്ല. പക്ഷേ ഇപ്പുറത്ത് വെച്ച് മോശ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിൽ നിന്ന് മാറുന്നതിന് മുൻപ്, മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുൻപ് മോശ ഇസ്രായേൽ ജനത്തിന് ഇപ്പുറത്ത് യോർദാനിപ്പുറത്ത് മനശ്ശെയുടെ പാതിഗോത്രത്തിന് അവകാശം കൊടുത്തത് ബാശാൻ പർവ്വതത്തിലാണ്. ബാശാൻ പർവ്വതം ഉൾപ്പെടുന്ന മേഖലയിലാണ്. ഈ ബാശാൻ പർവ്വതം എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഉയർന്നു നിൽക്കുന്ന അനേകം പർവ്വതങ്ങളുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ അത് അപ്പുറത്ത് യെറൂസലേമിൻ്റെ സമീപത്തുണ്ട്. ചില ഭാഗങ്ങൾ ഇപ്പുറത്ത് യോർദാൻ്റെ ഇപ്പുറത്തുമുണ്ട്. യോർദാൻ്റെ ഇപ്പുറത്തും അപ്പുറത്തുമായി പല പർവ്വതങ്ങളുണ്ട്, കൊടുമുടികളുണ്ട്. ബാശാൻ പർവ്വതത്തിൽ തന്നെ അനേകം കൊടുമുടികളുണ്ട്, ഉയർന്ന കൊടുമുടികളുണ്ട്. ഉയർന്ന കൊടുമുടികളുള്ള ബാശാൻ പർവ്വതത്തിന് അപ്പുറത്തെ സീനായ് മലയോട് ഈ ബാശാൻ പർവ്വതത്തിന് അസൂയ തോന്നിയെന്നാണ് പറയുന്നത്. സീനായ് പർവ്വതം യെറൂസലേമിലല്ല, സീനായ് പർവ്വതം സീനായ് മരുഭൂമിയിലാണ്. യഹോവ ഈ ബാശാൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തത് തന്നെയാണ്. യഹോവ ബാശാൻ പർവ്വതത്തിൽ വസിക്കാൻ ഇച്ഛിച്ച പർവ്വതം തന്നെയാണ്. പക്ഷേ ദൈവം ഇറങ്ങിയത് സീനായ് പർവ്വതത്തിലാണ്. ദൈവം സീനായ് പർവ്വതത്തിലാണ് ഇറങ്ങിയത്. ശ്രദ്ധിക്കണേ, ദൈവം ഇറങ്ങി ആവസിച്ചതും ദൈവതേജസ് ഇറങ്ങിയതും ദൈവ സാന്നിധ്യം ഇറങ്ങിയതും ദൈവം മോശയ്ക്ക് കൽപ്പനകൾ കൊടുത്തതുമെല്ലാം സീനായ് പർവ്വതത്തിലാണ്. സീനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി ദൈവം മോശയോട് സംസാരിക്കുകയുണ്ടായി. ഈ സീനായ് പർവ്വതത്തിൽ നിന്ന് അത്ര പെരുത്ത ദൂരെയല്ല ഈ ബാശാൻ പർവ്വതം. ബാശാൻ പർവ്വതം വാസ്തവത്തിൽ കൊടുമുടികൾ ഏറിയ പർവ്വതമാണ്. സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാസ്തവത്തിൽ എന്നിലേക്കല്ലേ വരേണ്ടത്? ഞാനല്ലേ ഇത്തിരി ഉയർച്ചയുള്ളവൻ, എന്നിലേക്കല്ലേ വരേണ്ടത് എന്ന് ബാശാൻ പർവ്വതത്തിനൊരു ചിന്ത. അല്പം പ്രതിരൂപാത്മകമാണ്, സിംബോളിക്കാണ് ഈ കാര്യങ്ങളെല്ലാം. ദൈവത്തിന് സ്തോത്രം.
അതെന്ന് പറഞ്ഞാൽ ഇത് ആലങ്കാരികമായി വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു ഭാഗമാണിത്. ഞാനത് ആകുന്നത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ ഭാഗങ്ങളെല്ലാം ധ്യാനിച്ചപ്പോൾ ഞാൻ രോമാഞ്ചം അണിഞ്ഞു പോയി. എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം! ദൈവത്തിന് സ്തോത്രം. ലോകപ്രകാരം ഉയർന്നു നിൽക്കുന്ന വാശാൻ പർവ്വതത്തിൽ യഹോവ ഇറങ്ങാതെ ദൈവം ഇറങ്ങിയത് മരുഭൂമിയുടെ മധ്യത്തിലുള്ളതായ സീനായി മലയിലാണ്. സീനായി പർവ്വതത്തിൽ ഇറങ്ങി. സഹോദരങ്ങളെ, സീനായി പർവ്വതത്തിൽ യഹോവ ഇറങ്ങിയപ്പോൾ അവിടെ തീ കാളി കത്തിക്കൊണ്ടിരുന്നു. ബാസാൻ പർവ്വതം നോക്കി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് ചിന്തിക്കാൻ പറ്റില്ല. പർവ്വതത്തിന് നോക്കാൻ പറ്റുമോ? പർവ്വതത്തിന് അസൂയപ്പെടാൻ പറ്റുമോ? അതേ പറഞ്ഞ സിംബോളിക് മീനിങ് ഉണ്ടെന്ന്. എല്ലാറ്റിനും ഉണ്ട് സിംബോളിക് മീനിങ്, എല്ലാറ്റിനും ഉണ്ട് ചില ആന്തരിക അർത്ഥങ്ങൾ. എന്നിലല്ലേ ഇറങ്ങേണ്ടത്? ഉയരത്തിലേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നത് ഞാനല്ലേ? തലയെടുപ്പുള്ളവൻ ഞാനല്ലേ കൊടുമുടികളേറിയ പർവ്വതം. ദൈവം പറയുകയാണ്, എന്താ പറഞ്ഞത്? ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ആണ്. പക്ഷേ യഹോവ വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നീ എന്താണ് സ്പർദ്ധിച്ചു നോക്കുന്നത്? 68-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് കണ്ടത്. യഹോവ വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ, അല്ലയോ ബാശാൻ പർവ്വതമേ, നീ എന്താണ് സ്പർദ്ധയോടെ നോക്കുന്നത്? സീനായി പർവ്വതത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകും, ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ. ദൈവം അതിനെ ചെറുതായി കാണുന്നില്ല. ദൈവം ബാശാൻ പർവ്വതത്തെയും ചെറുതായി കണ്ടിട്ടില്ല. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. അല്ലയോ കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, നിങ്ങൾ ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതമായ സീനായി മലയെ നിങ്ങൾ സ്പർദ്ധിച്ച് നോക്കുന്നതെന്ത്? സ്തോത്രം. നിങ്ങളെന്താണ് അസൂയയോടെ നോക്കുന്നത്? നിങ്ങളെന്താണ് വൈരാഗ്യത്തോടെ നോക്കുന്നത്? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ഇസ്രായേൽ ജനത്തെ നടത്തുന്നവരിൽ നല്ല ചടുലമായി സംഭാഷണം ചെയ്യാൻ കഴിവുള്ളത് അഹരോനാണ്. മോശ വിക്കനാണ്. അത്ര വാക്ചാതുര്യമൊന്നും പാവം മോശയ്ക്കില്ല. 3 മാസം പിഞ്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രസവിച്ച വീട്ടിൽ, ജനിച്ച വീട്ടിൽ മോശ ഒന്ന് കരയാൻ പോലും അനുവാദമില്ലാത്തവനായിരുന്നു. കരഞ്ഞാൽ അമ്മ ഉടനെ വന്ന് വായു പൊത്തിപ്പിടിക്കും. കരഞ്ഞില്ലെന്നാണ് പറയുന്നത്. കാരണം കരഞ്ഞാൽ പുറത്ത് ശബ്ദം കേൾക്കും. ബൈബിളിൽ അങ്ങനെ ഇല്ല കേട്ടോ. കരഞ്ഞാൽ പുറത്ത് ശബ്ദം കേൾക്കും. പുറത്ത് ശബ്ദം കേട്ടാലോ അവിടെ ഒരു കുഞ്ഞുണ്ട് എന്ന് അറിഞ്ഞാൽ ഉടനെ ഫറവോൻ്റെ ആളുകൾ ഓടി വരും. കുഞ്ഞാണാണോ കൊന്നിരിക്കും. അങ്ങനെയാണ് ഫറവോൻ്റെ ഓർഡർ. ആൺകുഞ്ഞാണോ ഇസ്രായേൽക്കാർക്ക് ഉണ്ടാകുന്നത് അതിനെ കൊല്ലുക. ഫറവോൻ്റെ ഓർഡർ, അന്നത്തെ രാജാവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ മോശ ഒന്ന് കരയാൻ പോലും, കൈകാലിലടിക്കാൻ പോലും അമ്മയും പ്രിയപ്പെട്ടവന് സമ്മതിച്ചില്ല. പാവം കൊച്ചു കരയാൻ തുടങ്ങുമ്പോഴത്തേക്കും വേഗം വന്ന് വായു പൊത്തിപ്പിടിക്കും, വീർപ്പ് മുട്ടി. അങ്ങനെയാണ് വിക്കനായി പോയതെന്നൊരു ഐതിഹ്യമുണ്ട്. സത്യമാണ്, എനിക്കറിയാൻ പാടില്ല. വിക്കനായിപ്പോയി പാവം. ഈ വിക്കനായ മോശയാണ് ദൈവം ഉപയോഗിച്ചത്. എന്നാൽ നല്ല വാക്ചാതുര്യമുള്ള, വാഗ്വൈഭവമുള്ള, നല്ല പ്രാപ്തിയുള്ള, തൻ്റെ ഇടമുള്ള അഹരോനെ ദൈവം അതിനുവേണ്ടി നിയോഗിച്ചില്ല. തന്നെയുമല്ല, ഒരു അവസരം വന്നപ്പോൾ നല്ലതുപോലെ പ്രതിഗാനം പാടി ജനത്തിന് നേതൃത്വം കൊടുത്ത മിര്യാമിനെ ദൈവം ഉപയോഗിച്ചില്ല. അവർക്ക് നിരസം വന്നതിൽ അത്ഭുതമില്ല, അവർക്ക് സ്പർദ്ധ വന്നതിൽ അത്ഭുതമില്ല. പ്രിയപ്പെട്ടവരെ, ആദിമകാല നൂറ്റാണ്ടുകളിൽ തന്നെ ഈ സ്പർദ്ധയും സ്ഥാനമോഹവും എല്ലാം ഉണ്ടായിരുന്നു. നോക്കൂ, യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ കാലങ്ങൾക്ക് ശേഷം, ഇന്നേക്ക് ഏതാണ്ട് 2000 വർഷം മുൻപ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനത്തിൽ നാം 3 കഥാപാത്രങ്ങൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്കൊരു അധ്യായം മാത്രമേ ഉള്ളൂ. 3 കഥാപാത്രങ്ങൾ. 1 ഗായോസ്, വിരുന്നുകാരെ സൽക്കരിക്കുന്ന, ദൈവദാസന്മാരെ സ്വീകരിക്കുന്ന ഗായോസ്. 2 ദെമേത്രിയോസ്, ദൈവമക്കളെ ആദരിക്കുന്ന, ദൈവവേലയിൽ സഹകരിക്കുന്ന ദൈവദാസൻ. 3 ദിയത്രഫേസ്. ദിയത്രഫേസ് എന്താണെന്നറിയാമോ? ദിയത്രഫേസ് സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ ദൈവം എന്താണത്? യഹോവ വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ സ്പർദ്ധിച്ചു നോക്കുകയാണ്. സഭയിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നു, കൂട്ടായ്മയിൽ മുമ്പനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരവസരത്തിൽ പറഞ്ഞു, എന്താ ഇത്ര പേരുത്ത് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്? എന്താണ്? എല്ലാവരും സുവിശേഷമല്ലേ പറയുന്നത്?
എല്ലാവരും ക്രിസ്തുവിനല്ലേ പറയുന്നത്, പിന്നെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം? എന്തിനാ ഈ ഗ്രൂപ്പിസം? ദൈവമക്കൾക്ക് ഗ്രൂപ്പിസം എന്തിനാ? അങ്ങോട്ട് പോകരുതട്ടോ അങ്ങോട്ട് പോകരുതട്ടോ, എന്തിനത്? ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ. കാരണം അതാണ്, ഒരാൾക്ക് അല്പം ഒരു കൃപ ലഭിച്ചു അല്ലെങ്കിൽ വചനം കിട്ടി, ആ ആൾ ഉടനെ വേറൊരു കൂട്ടായ്മ തുടങ്ങി. വേറെ ആർക്കും കീഴ്പ്പെട്ടിരിക്കില്ല, ആർക്കും കീഴ്പ്പെട്ടിരിക്കില്ല. ഈ കൂട്ടായ്മകളിൽ തന്നെ ഭിന്നതയുണ്ടാകുന്നതിൻ്റെ പിന്നിൽ സ്ഥാനമോഹവും അധികാരമോഹവും എല്ലാം ഉണ്ട്. ഇതെല്ലാം മാനുഷിക ജഡ സ്വഭാവമാണ്, പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഈ ദേത്രഫേസ് എന്ത് ചെയ്തു എന്നോ, ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, അല്പം വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. ദേത്രഫേസ് യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനം ഒരു അധ്യായം മാത്രമുള്ള ആ ലേഖനത്തിൽ അവസാനത്തോടടുത്ത് 9-ാം വാക്യം, സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നു. അപ്പോസ്തലനായ വൃദ്ധനായ യോഹന്നാൻ ഗായോസിനുള്ള എഴുത്താണ് മൂന്നാമത്തെ ലേഖനം, ഗായോസിനുള്ള പേഴ്സണൽ ലെറ്റർ, പ്രൈവറ്റ് ലെറ്റർ. അതിൽ പറയാം, സഭയ്ക്ക് ഞാനൊന്ന് എഴുതിയിരുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദേത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾ സഭയെ നയിക്കാനും നടത്താനും ദൈവം തമ്പുരാൻ നിയോഗിച്ച് ദൈവം ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്ന ഞങ്ങളെ എന്ന് വെച്ചാൽ യോഹന്നാൻ ശ്ലീഹ ഉൾപ്പെടെയുള്ള അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരെ ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ആര്? ദേത്രഫേസും കൂട്ടായ്മയിലുള്ള ഒരാൾ തന്നെയാണ്, അന്നത്തെ ആ പ്രാദേശിക സഭയിലുള്ള ഒരാൾ തന്നെയാണ്. അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദേത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ സഭയിലേക്ക് ഒരു വിസിറ്റിനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവന് ഓർമ്മ വരുത്തും. അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവനെ ഓർമ്മ വരുത്തും. അവനങ്ങനെ ചെയ്യുന്നത് പോരാ, ദുർവാക്ക് പറഞ്ഞ് ശകാരിക്കുന്നത് മാത്രമല്ല, അപ്പോസ്തലന്മാരെക്കുറിച്ച് ദുർവാക്ക് ഇല്ലാത്ത ചീത്ത വാക്കുകൾ പറഞ്ഞ് ശകാരിക്കുക മാത്രമല്ല, ചീത്ത വാക്കുകൾ പറഞ്ഞ് പരസ്യപ്പെടുത്തുക മാത്രമല്ല, അവനങ്ങനെ ചെയ്യുന്നത് പോരായെന്ന് വെച്ച് സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, ദൈവമക്കളായിട്ട് ആര് വന്നാലും അവരെ കൈക്കൊള്ളില്ല. അവരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അവനുള്ള ആ അധികാരം ഉപയോഗിച്ച്, അവനുള്ളതായ തൻ്റെ ഇടം ഉപയോഗിച്ച് ദൈവമക്കളെ, അവനോട് വിധേയപ്പെടാത്ത ദൈവമക്കളെ എല്ലാം, അവന് സ്തുതി പാടാത്ത ദൈവമക്കളെയൊക്കെ അവൻ ഒറ്റപ്പെടുത്തുന്നു, അവരെ അവൻ കോർണർ ചെയ്യുന്നു. ഈ ദേത്രഫേസ് അവിടെ സഭയിൽ അങ്ങനെ അവിടെ ഒരു ഭിന്നതയുണ്ടാക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ലിവിങ് ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ അല്പം ഞെട്ടിപ്പോയി ആ വാക്കുകൾ ഇംഗ്ലീഷിൽ. I sent a brief letter to the church about this, but proud Deathraphase, അഹങ്കാരിയായ ദേത്രഫേസ്, who loves to push himself forward as the leader of the Christians there, അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ലീഡറാകാൻ തന്നെ പുഷ് ഫോർവേഡ് ചെയ്യുന്ന, മുൻപിലേക്ക് തള്ളി നീക്കുന്ന, തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന അഹങ്കാരിയായ ദേത്രഫേസ് ഡസ് നോട്ട് അഡ്മിറ്റ് മൈ അതോറിറ്റി ഓവർ ഹിം ആൻഡ് റെഫ്യൂസ് ടു ലിസൺ ടു മീ. ജനത്തിൻ്റെ മേൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അതോറിറ്റിയെ അവൻ അഡ്മിറ്റ് ചെയ്യുന്നില്ല, അവൻ അംഗീകരിക്കുന്നില്ല. ഡസ് നോട്ട് അഡ്മിറ്റ് മൈ അതോറിറ്റി ഓവർ ഹിം, അവൻ്റെ മേലും എനിക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്, പക്ഷേ അവൻ ആ അധികാരത്തിന് കീഴ്പ്പെടുന്നില്ല. ആൻഡ് റെഫ്യൂസസ് ടു ലിസൺ ടു മീ, ഞാൻ പറയുന്നത് കേൾക്കാൻ അവന് ഇഷ്ടമില്ല, അവനത് നിരസിക്കുന്നു. വെൻ ഐ കം, ഞാൻ വരുമ്പോൾ, ഞാൻ ആ ദേശത്ത് വരുമ്പോൾ, ഐ വിൽ ടെൽ യു സം ഓഫ് ദ തിങ്സ് ഹീ ഈസ് ഡൂയിങ്, ഞാൻ ചില കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഐ വിൽ ടെൽ യു സം ഓഫ് ദ തിങ്സ് ഹീ ഈസ് ഡൂയിങ്, അവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആൻഡ് വാട്ട് വിക്കറ്റ് തിങ്സ് ഹീ സേയിങ് വുഡ് ബി, എന്നെക്കുറിച്ച് എന്തെല്ലാം വിക്കറ്റ് തിങ്സാണ് അവൻ പറയുന്നത്, എന്തെല്ലാം മോശമായ കാര്യങ്ങളാണ് അവൻ പറയുന്നത്. വാട്ട് വിക്കറ്റ് തിങ്സ് ഹീ ഈസ് സേയിങ് അബൌട്ട് മീ, ഈ വൃദ്ധനായ എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് അവൻ പറയുന്നത്, ഈ വയസ്സനായ പാവം ശ്ലീഹായെക്കുറിച്ച് എന്തെല്ലാമാണ് അവൻ പറയുന്നത്. When I come, I will tell you some of the things he is doing and what wicked things he is saying about me and what insulting language he is using. What insulting language he is using. അവൻ ഉപയോഗിക്കുന്ന അപമാനിക്കുന്ന വാക്കുകൾ, ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ എന്തെല്ലാമാണ് അവൻ ഉപയോഗിക്കുന്നത്. സ്തോത്രം. He not only refuses to welcome the missionary travelers himself, അവൻ അവിടെ വരെ ചെല്ലുന്ന മിഷണറിയാരായി പ്രവർത്തിക്കുന്ന, അങ്ങനെ യാത്ര ചെയ്ത് ചെല്ലുന്ന ദൈവമക്കളെ അവൻ അവർ സ്വീകരിക്കാതിരിക്കുന്നു മാത്രമല്ല, ബട്ട് ടെൽസ് അതേഴ്സ് നോട്ട് ടു,
അവൻ സ്വീകരിക്കുന്നില്ല, മറ്റുള്ളവരോട് ഇവരെ കൈക്കൊള്ളരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ആൻഡ് വെൻ ദേ ഡു ഹി ട്രൈസ് ടു പുട്ട് ദം ഔട്ട് ഓഫ് ദ ചർച്ച്. അങ്ങനെ ചെയ്യുമ്പോൾ അവനൊരു സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ നോക്കൂ, ജീവനുള്ള ദൈവം വസിക്കുന്ന പർവ്വതത്തെ ബാശാൻ പർവ്വതം സ്പർദ്ധയോടെ നോക്കി. അതാണ് നാം കണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് അധിവസിക്കുന്നത് എവിടെയുണ്ടോ അതിനെ അഹങ്കാരമുള്ളവർ എപ്പോഴും എതിർക്കുകയും അതിനെ അവഗണിക്കുകയും അതിനെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യനങ്ങനെ ചെയ്യുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാണ് അല്ലേ? എൻ്റെ കൈപ്പണിയല്ലേ? എൻ്റെ സൃഷ്ടിയല്ലേ? ദൈവം പറയുകയാണ്, എൻ്റെ സൃഷ്ടിയല്ലേ? ഈ ബാശാൻ പർവ്വതത്തെ ഞാൻ മാനിക്കുന്നല്ലോ. ഞാനല്ലേ കൊടുമുടികൾ കൊടുത്തത്, ഞാനല്ലേ ഉയർച്ച കൊടുത്തത്, ഞാനല്ലേ ഈ കൊടുമുടികൾ ഉയരത്തിലേക്ക് തലയെടുപ്പോടെ നിൽക്കാൻ, തലവൊക്കി നിൽക്കാൻ ഇടവരുത്തിയത്. ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നതും ഞാൻ അഭിമാനിക്കുന്നതുമായ പർവ്വതം തന്നെയാണ്. പക്ഷേ യഹോവ വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? 62-ാം സങ്കീർത്തനം 15-ാം വാക്യം. ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു, ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ധാരാളം കൃപാവരങ്ങളുള്ള പർവ്വതങ്ങളെ, നല്ല അനുഗ്രഹീതമായ ശുശ്രൂഷയുള്ള പർവ്വതങ്ങളെ, നിങ്ങളെന്താണ് യഹോവ വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധയോടെ നോക്കുന്നത്? ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു, ബാശാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു, ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. യഹോവ അതിൽ എന്നേക്കും വസിക്കും. എവിടെ? കൊടുമുടിയേറിയ പർവ്വതമാണ് ബാശാനെങ്കിലും യഹോവ ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തിൽ എന്നേക്കും വസിക്കും. മോനെ, നീ തടുത്താലൊന്നും ദൈവത്തിൻ്റെ പരിപാടി തീർക്കാൻ നിനക്ക് സാധ്യമല്ല. എൻ്റെ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. സ്വർഗത്തിലെ ദൈവം ഉയർത്താതെ മനുഷ്യരാരെല്ലാം ഉയർത്തിയാലും ഉയരുകയില്ല. സ്വർഗത്തിലെ ദൈവം താഴ്ത്താതെ മനുഷ്യരാരെല്ലാം താഴ്ത്തിയാലും താഴുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിചാരിച്ചുകൊള്ളൂ, നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ, ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, ലോകമനുഷ്യൻ നിങ്ങളെ അവഗണിച്ചെന്ന് വരും, ലോകത്തിൽ അനേക ഒരുപക്ഷെ കൂട്ടായ്മയിലുള്ളവർ തന്നെ നിങ്ങളെ പരിഗണിക്കാതിരുന്നെന്ന് വരും. നിങ്ങൾ വാടരുത്, നിങ്ങളാരും ക്ഷീണിക്കരുത്, നിങ്ങളാരും തളരരുത്. നിങ്ങൾക്ക് നോക്കാൻ ഒരു പർവ്വതമുണ്ട്. ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഓ എൻ്റെ ദൈവമേ, നീയാണ് എൻ്റെ സഹായത്തിൻ്റെ പർവ്വതം. നീയാണ് എനിക്ക് പ്രത്യക്ഷനായ പർവ്വതം. നീയാണ് പാവപ്പെട്ട എന്നോട് ഇടപെട്ട പർവ്വതം. ഉടയവനെ, നീ ഉയർത്തിയാൽ ആരെല്ലാം താഴ്ത്തിയാലും താണു പോവുകയില്ല. നീ താഴ്ത്തിയാൽ ആരെല്ലാം പൊക്കിപ്പിടിച്ചാലോട്ട് പൊങ്ങുകയുമില്ല. നിൻ്റെ കരം എന്നെ താങ്ങിക്കൊള്ളണേ. അതാ, ആ കരം എന്നെ വിട്ടുപോകാനുള്ള ഒരു പാവവും എൻ്റെ ജീവിതത്തിൽ വരല്ലേ. എൻ്റെ യേശുവേ, നിൻ്റെ കരം എന്നിൽ നിന്ന് മാറുന്നത് എനിക്ക് പാവം വരുമ്പോൾ മാത്രമാണ്. എനിക്ക് എൻ്റെ സ്വയം വരുമ്പോൾ മാത്രമാണ് നിൻ്റെ കരം മാറുന്നത്. എൻ്റെ ആയുസ്സിൽ അങ്ങനെ വരല്ലേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കല്ലേ. നിൻ്റെ കരം എന്നിൽ നിന്ന് മാറല്ലേ. കൃപയുടെ കരം എന്നിൽ നിന്ന് മാറരുതേ. കൃപ എന്നിൽ നിന്ന് നീങ്ങരുതേ. കൃപ എന്നിൽ നിന്ന് മാറിയാൽ ഞാൻ കരിക്കട്ടയായി പോകും. നാഥാ, നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നിൽ നിന്ന് പോയാൽ ഞാൻ കരിക്കട്ടയായി പോകും. പരിശുദ്ധാത്മാവിന് തീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പ്രകാശം. പരിശുദ്ധാത്മാവിന് തീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചൂട്. പരിശുദ്ധാത്മാവിന് തീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ശക്തി. ആത്മാവേ, നീ വിട്ടുപോയാൽ ഞാൻ പൂജ്യമല്ലേ. യേശുവേ, നീ മാറിപ്പോയാൽ ഞാൻ ഒന്നുമില്ലാത്തവനല്ലേ. നാഥാ, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമല്ലേ. നീ ഇല്ലെങ്കിൽ ഞാൻ കരിക്കട്ടയല്ലേ. നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ലല്ലോ. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലെല്ലാം പൂജ്യമാണല്ലോ. ദൈവജനമേ, ആശ്രയിക്കേണ്ടവനെ മാത്രം ആശ്രയിപ്പീൻ. പിടിക്കേണ്ട കൊമ്പ് ഇശായിയുടെ കൊമ്പാകുന്നു. പിടിക്കേണ്ട കൊമ്പ് ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായ ഇശായിയുടെ കൊമ്പാകുന്നു. ദൈവത്തിന് സ്തോത്രം. പിടിക്കേണ്ടത് യേശുക്രിസ്തുവിനെയാകുന്നു. പിടിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ത്യാഗമരണത്തെയാകുന്നു. പിടിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാകുന്നു. അവിടെ പാപമോചനമുണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ സ്വർഗമുണ്ട്,
അവിടെ ജീവന്റെ ആത്മാവുണ്ട്, അവിടെ ജീവന്റെ സന്തോഷമുണ്ട്, അവിടെ ജീവന്റെ ആനന്ദമുണ്ട്. ദൈവജനമേ, നിങ്ങൾ ഈ അത്ഭുത കൃപയെ നിങ്ങൾ ആസ്വദിപ്പീൻ. യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിപ്പീൻ. നിങ്ങളുടെ ജീവിതം സമർപ്പിപ്പീൻ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ. മരണത്തോളം വിനയത്തോടെ ഞാൻ നിൽക്കും, മരണത്തോളം താഴ്മയോടെ ഞാൻ നിൽക്കും, മരണത്തോളം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഞാൻ നിൽക്കും, മരണത്തോളം നാഥാ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് ഞാൻ നിൽക്കും, മരണത്തോളം നാഥാ ഞാൻ നിന്റെ അടിമയായി നിൽക്കും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. രാജാധിരാജ, ജീവന്റെ ഉടയവനെ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അതിമനോഹരമായ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഇന്ന് ഞങ്ങളെ അവിടെ നിന്ന് തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ മേൽ പാവബോധവും കുറ്റബോധവും അയച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നെല്ലാവരെയും തഴുകിയതിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞകാല പാവങ്ങൾ ഓർക്കരുതേ അപ്പാ. കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചകൾ കണക്കിടരുതേ അപ്പാ. കഴിഞ്ഞകാല ജീവിതത്തിൽ നാഥാ നിന്നെ അറിയാതെയും നാഥാ നിന്നെ അറിയിക്കാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചു പോയതൊന്നും ഞങ്ങളുടെ മേൽ കണക്കിടരുതേ. അതാ നിന്റെ തിരുരക്തത്താൽ അകൃത്യങ്ങൾ പൊറുക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ. കുരിശിലെ ത്യാഗമരണം ഞങ്ങളുടെ ജീവിതം മാതൃകയാക്കുവാനുള്ള ഭാഗ്യം തരണമേ. തന്നെ ത്യജിച്ച് കുരിശ് എടുത്തുകൊണ്ട് നിന്റെ പിന്നാലെ വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ, വിശുദ്ധരാക്കണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ജനത്തിന്റെ മേൽ തീ പടരണമേ, ജനത്തിന്റെ മേൽ തീ ഇറങ്ങണമേ. സ്വർഗീയാഗ്നി ഈ ജനത്തിന്റെ മേൽ പ്രവഹിക്കണമേ. അഗ്നിജ്വാലയാൽ ജനത്തെ പ്രകാശമാനമാക്കണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. പാപശാപങ്ങൾ മാറ്റണമേ. ബന്ധനക്കെട്ടുകൾ പൊട്ടിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.